Mesmerizing wedding collection. Tejaswini by Chungat Jewelry. മാവേലി ജ്വല്ലറി അങ്കമാലി. പക്ഷെ ഞാൻ പറയുന്നത് അർജുന്റെ വിഷയത്തിൽ മൊത്തം കേരളം ഒരുമിച്ച് നിന്ന് മതസൗഹാർദ്ദം എന്താണ്, മനുഷ്യൻ എന്താണ് വാല്യൂ, അത് കാണിച്ചു കൊടുത്ത ഒരു സന്ദർഭമാണ് ഇപ്പം ഈ കഴിഞ്ഞത്. രണ്ടാമത് നമ്മൾ പഠിപ്പിച്ച ഒരു പാഠാണ് ഒരു തൊഴിലാളിയും ഉടമയും തമ്മിലുള്ള ബന്ധം. എല്ലാവർക്കും ഒഴിഞ്ഞു പോകാവുന്ന ഒരു കാര്യമാണ്. ഒരു ലോറി നഷ്ടപ്പെട്ട് അതിലെ ഡ്രൈവർ നഷ്ടപ്പെട്ടു, മുതലാളിക്ക് ഇൻഷൂർ കിട്ടും. അതിപ്പോൾ വണ്ടി കണ്ടാലും കണ്ടില്ലെങ്കിലും ഇൻഷൂർ കിട്ടും. പക്ഷേ ഒരു തൊഴിലാളി ജോലിക്ക് പോണത് ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ്. എന്ത് പ്രയാസം എനിക്ക് വന്നു കഴിഞ്ഞാലും എൻ്റെ മുതലാളി എന്നെ നോക്കിക്കോളും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ്. അതേമാതിരി ഒരു മുതലാളി ചിന്തിക്കേണ്ടത് ആ മുതലാളി ആവുന്നത് ഒരു തൊഴിലാളിന്റെ അധ്വാനം കൊണ്ടാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ മാനേജ്മെന്റ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് പറയുന്നത് നമ്മളെപ്പോഴും നമ്മളെ തൊഴിലാളികളെ നമ്മളെ അന്നദാതാക്കളായിട്ട് കാണണം. നമ്മളെ വീട് പുലർന്നു പോകുന്നത്, നമ്മൾ നല്ല കാറിൽ സഞ്ചരിക്കുന്നത്, നല്ല ഭക്ഷണം കഴിക്കുന്നത്, നല്ല വസ്ത്രം ധരിക്കുന്നത് ഒക്കെ ഈ തൊഴിലാളി അധ്വാനിച്ചിട്ടാണ്. അവന്റെ വേർപ്പാണ് നമ്മളെ കുട്ടികൾ ഭക്ഷണമായിട്ട് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ തൊഴിലാളികളെ സ്നേഹിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് ചെറിയ സംരംഭം തുടങ്ങിയാലും ആ സംരംഭം ചെമ്മണ്ണൂർ ജ്വല്ലറിനെക്കാട്ടി ഉണ്ടാവും. തീർച്ചയായിട്ടും എന്ത് ചെറിയ സംരംഭം തുടങ്ങിയാൽ നിങ്ങളെ ജോലിക്കാരെ തോളിൽ കൈയിട്ട് ചോദിച്ചാൽ മതി, എന്താ സുഖല്ലേ? തീർച്ചയായിട്ടും അതിനുള്ള റിസൾട്ട് അവൻ്റെ ജോലിയിൽ കാണിച്ചു തരും. സോ ഞാൻ എൻ്റെ തൊഴിലാളിക്ക് വേണ്ടിയിട്ട് ഞാൻ അവനെ സ്നേഹിക്കാന്ന് പറഞ്ഞില്ല, പക്ഷെ ഞാൻ കാണിച്ചു കൊടുത്തതിൻ്റെ പ്രവൃത്തി കൂടിയ എങ്ങനെയാണ് ഒരു തൊഴിലാളിനെ സ്നേഹിക്കേണ്ടത്. 72 ദിവസം ഊണിലും ഉറക്കലും ഞാൻ ഒരൊറ്റ ലക്ഷ്യം വെച്ചിട്ടാണ് പോയത്. ഞാൻ കിടന്നുറങ്ങിയത് കർണാടകയിൽ ഒരു വാടക വീട് എടുത്തിട്ടാണ്. വാടക വീടിന്റെ ഓണറോട് പറഞ്ഞത് അൺലിമിറ്റഡ് എഗ്രിമെന്റാണ്. എത്ര ദിവസം കൊണ്ട് ഞാൻ ഈ വീട് ഒഴിഞ്ഞു വരുമെന്ന് എനിക്കറിയാം. മാസം വാടക കൃത്യം തരും, പക്ഷെ വീടിനെ എഗ്രിമെന്റ് ചെയ്താൻ പറ്റില്ല. ചിലപ്പോൾ 1 കൊല്ലം കൊണ്ട് കഴിയും, ചിലപ്പോൾ 2 കൊല്ലം കൊണ്ട് കഴിയും. അതായത് ഗംഗാവലിപ്പുഴയിൽ ഓനെ എടുത്തിട്ട് മനാഫ് പോലുള്ളൂ എന്ന ശബ്ദം ചെയ്തു പോയി. അപ്പോൾ ഞാൻ കിടന്നുറങ്ങിയത് ഞാൻ മറന്നുപോയി, ഞാൻ എന്നെ തന്നെ മറന്നുപോയി. അതായത് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സമർപ്പണം അങ്ങോട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ നിലത്തെ കിടന്നുറങ്ങിയത് 68ാമത്തെ ദിവസമാണ് ഞാനൊരു പായ് വാങ്ങുന്നത്. മറ്റേത് ഞാൻ ടൈൽസിലെ കിടന്നുറങ്ങിയത്. ഇപ്പൊ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരുന്നു കേട്ടോ. വളരെ ഒരു 3-4 കൂട്ടം ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ അവിടെ കിടന്ന് പെടാപാട് പെട്ടത്. ഇല്ലായിട്ടല്ല, അവർക്ക് ഓർമ്മയില്ല. വേറെ 68ാമത്തെ ദിവസം ഒരു ടീം വന്നപ്പോഴാണ് പറഞ്ഞത്. ഓര് വന്നപ്പോൾ നമ്മള് വീട്ടിൽ കിടക്കല്ലേ, ഒരു പായ് വാങ്ങിയത്. എൻ്റെ സുക്കേട് ഞാൻ ഓർത്തിയില്ല, എൻ്റെ മക്കളെ സുക്കേട് ഓർത്തിയില്ല, എൻ്റെ കച്ചവടം ഞാൻ നോക്കിയില്ല. അതായത് ഒരു ജോലിക്കാരന് വേണ്ടിയിട്ട് എത്രത്തോളം സമർപ്പിക്കാൻ പറ്റും അത്രത്തോളം ജീവിതം സമർപ്പിച്ചാൽ അതിൻ്റെ റിസൾട്ട് കിട്ടി.